ശ്രീ റെജി ലൂക്കോസ്, ഈ കെ മുരളീധരന്റെ പ്രസ്താവനയെ എങ്ങനെ കാണുന്നു LDF? അതുപോലെ തന്നെ ഇതിനെ സർവാത്മന പിന്തുണച്ചുകൊണ്ട് CP ജോൺ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയും കണ്ടു. നേരത്തെ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒളിച്ചുകടത്തൽ രാഷ്ട്രീയം ഇപ്പോൾ മുസ്ലിം ലീഗ് പയറ്റുന്നു എന്ന രീതിയിൽ, മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ വരിഞ്ഞു മുറുക്കുന്നു എന്ന രീതിയിലൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നിരുന്നു. എങ്ങനെയാണ് ഈ കെ മുരളീധരന്റെ വെളിപ്പെടുത്തലിനെ നിങ്ങൾ കാണുന്നത്? കേരളത്തിന്റെ ഒരു വെളിപ്പെടുത്തലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന ഒരു വസ്തുതയാണ്, സത്യസന്ധമായ കാര്യം. അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇവിടെ ചോദിച്ചതിന് മറുപടി എന്ന് പറയാനുള്ള ബഹുമാനോട് മുഖ്യമന്ത്രിയും വിജയരാഘവനും പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടായിട്ട് സത്യമായിരിക്കുന്നു. വിജയരാഘവനെയും മുഖ്യമന്ത്രിയും ഏതെല്ലാം രീതിയിലാണ് വിചാരണ ചെയ്തത് ഇപ്പൊ വളരെ വ്യക്തമായില്ലേ. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ സംസാരിക്കുന്നതിന്റെ പേരിൽ വലതുപക്ഷ മാധ്യമങ്ങള് CPM വേട്ടയാടുന്നത് എന്തിനാണെന്നുള്ളത് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായി. എന്നെ കൗതുകം ഉണർത്തിയത് അതല്ല, ഇവിടെ ബഹുമാനപ്പെട്ട യുവരാജ് ഗോകുലും അതുപോലെ തന്നെ ഷാക്കീറും ഒരു കാര്യത്തിൽ ഒന്നിച്ചു CPM കുറ്റം പറയാനായിട്ട്. ഷാക്കീർ കുറച്ചുകൂടെ കടന്നുപോയി. ഷാക്കീർ ഈ നിമിഷം വരെ BJP എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും വർഗീയ രാഷ്ട്രീയ പാർട്ടികളാണ്. പിന്നെ BJPയെ കുറിച്ച് അക്ഷരം പോലും അദ്ദേഹം കുറ്റം പറയാതിരിക്കുക, അല്ലെങ്കിൽ അവരെ കുറിച്ച് ഒരു ചെറിയ വാക്ക് പോലും പറയാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചു ലീഗ്. അതിന് കാരണമുണ്ട്, അവർക്ക് പറയാനുള്ള ഭയമാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൽ ലജ്ജിപ്പിക്കുന്ന ഒരു കൂട്ടുകൂട്ടുണ്ടാക്കിയത് ഈ ലീഗും അതുപോലെ തന്നെ BJP-യാണ്. കോൺഗ്രസ് ലീഗ് BJP കോലീബി സഖ്യം രണ്ടിടത്ത് മത്സരിച്ച് വടകരയിലും ലോക്സഭയിലേക്കും നിയമസഭാ സീറ്റിൽ ബേപ്പൂരിലും. അതിലൊക്കെ ഉപരിയായിട്ട് രാജ്യം തന്നെ ഞടുക്കിപ്പോ ഒരു കൂട്ടുകൂട്ട് BJP ഉണ്ടാക്കി. വിഘടനവാദ സംഘടനയായ കാശ്മീരിലെ PDP ആയിട്ട് ഈ BJP ഒന്നിച്ച് മുന്നണി രൂപീകരിച്ച് മത്സരിച്ച് അധികാരം പങ്കെടുത്തു. അതിൽ ഭയാനകമായ വേറൊരു കൂട്ടുകെട്ടുണ്ടായി. അതറിയോ? ത്രിപുരയിലെ ആദ്യത്തെ വിജയം നേടിയത് എങ്ങനെയാ? ത്രിപുരയിലെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം മുഴുക്കി ഇന്ത്യ ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ത്രിപുര വിമോചന മുന്നണി ഇപ്പൊ അതിന്റെ പുതിയ മുഖവുമായിട്ട് അവർ കൂട്ടുകെട്ടുണ്ടാക്കി. അങ്ങനെയാണ് അവർ അവിടെ അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഏത് വർഗീയ വിഘടനവാദികളായിട്ട് ദേശവിരുദ്ധരുമായിട്ട് കൈ കോർക്കാൻ ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികൾക്കും, അതായത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ഷാക്കിർ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാണെങ്കിലും തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കാണെങ്കിലും BJP-ക്കാണെങ്കിലും യാതൊരു ലജ്ജയുമില്ല, അവരത് ചെയ്യും. അതിനാണ് അവര് CPM ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. CPM എന്നുവരെ ഒരു ദേശവിരുദ്ധ പാർട്ടിയായിട്ട് കൈകോർത്തിട്ടില്ല. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, ഇവിടെ ഈ ചർച്ചയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി എല്ലാം വളരെ കൗതുകമായിരുന്നു. ഒന്ന്, കെ മുരളീധരനെ തള്ളി പറഞ്ഞുകൊണ്ട് VD സെൽസിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് ഷാക്കിർ കേട്ടില്ല എന്ന് തോന്നുന്നു, അതോ ഭയം കൊണ്ടാണോ എനിക്കറിയത്തില്ല. ഇന്ന് ഡൽഹിയിൽ വെച്ച് മുരളീധരൻ പറഞ്ഞത് ശരിയല്ല, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് ഈ VD സെൽസിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് CP ജോൺ രംഗത്തിറങ്ങി. CP ജോൺ എന്ന് പറഞ്ഞ ഇവരെല്ലാം വോട്ട് കിട്ടി, ഇനിയും കിട്ടണമെന്നാ പറഞ്ഞത്. വാസം വരാൻ തന്നെ ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ BJP-യും അതുപോലെ തന്നെ ഈ UDF എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, തരാതരം പോലെ വോട്ട് തേടി. ഇനി മറ്റൊരു കാര്യം പറയാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും ചേലക്കരയിലും, അത് പാലക്കാട് പ്രത്യേകിച്ച് അവരുടെ സഖ്യകക്ഷികളെ പോലെയാണ് SDPയും അതുപോലെ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും പരസ്പരം സഹകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നത്. PDP എന്ന് പറയുന്ന SDP എന്ന് പറയുന്ന സംഘടന, SDP എന്ന് പറയുന്ന തീവ്ര മത, അതായത് മതരാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളായ ഈ മൂന്ന് സംഘടനകളുടെയും PDP എന്ന് പറയുന്ന പ്രസ്ഥാനം അവിടെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ഇവരുടെ സംയുക്ത സ്ഥാനാർത്ഥി മത്സരം ജയിച്ചപ്പോൾ ആദ്യമായിട്ട് പ്രകടനം നയിച്ച് പാലക്കാട് നഗരത്തിലൂടെ പ്രകടനം നയിച്ചത് ആരാ? ഈ SDP എന്ന് പറയുന്ന തീവ്ര മതവാദ രാഷ്ട്രീയ പ്രസ്ഥാന. അങ്ങനെയാണ് ഗതികേട് CPM ഉണ്ടായിട്ടില്ല. CPM അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴേ പറഞ്ഞു, ഞങ്ങൾക്ക് മതതീവ്രവാദികളുടെ PDP-യുടെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് പറഞ്ഞു. എന്നാൽ ജനTV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പാലക്കാട് UDF-ന്റെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചു, നിങ്ങൾ SDP-യുടെ വോട്ട് വേണ്ടെന്ന് പറയുമെന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഈ VD സെൽസിനോ ആ സ്ഥാനാർത്ഥിയോ ഒരക്ഷരം ഒരു മറുപടി പറഞ്ഞില്ല. അപ്പൊ അബ്ബാന്ന് പറഞ്ഞുകൊണ്ട് മൈക്കിന് മുമ്പിൽ നിന്ന് ഓടി കളിക്കുമായിരുന്നേ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, 4 വോട്ടിന് വേണ്ടിയിട്ട് രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവരെയും മതതീവ്രവാദികളെയും ചിന്തകർക്കൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ളവരോടൊപ്പം കൈകോർക്കില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം CPM-ആണ്. 14 വർഷങ്ങൾക്ക് മുമ്പുള്ള ഏതൊരു സംഭവം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ. ഒന്നാലോചിക്കണം, വർഗീയ ധ്രുവീകരണത്തിലൂടെ കേരളത്തിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് നിർത്താൻ പറ്റും തങ്ങൾക്കൊപ്പം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ചേലക്കര കിട്ടിയത്. ചേലക്കര ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസ്സുകാര് 4 മാസം
രണ്ട് രണ്ട് അവരുടെ സംസ്ഥാന നേതാക്കന്മാരെ അവിടെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കാനായിട്ട് ഏർപ്പെടുത്തി ഓരോ വീടുകളിലും കയറി കോടാനുകോടി പൈസ അവിടെ വിതരണം ചെയ്തെന്നുള്ള ആരോപണങ്ങൾ മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അറിയാമല്ലോ 4 കോടി രൂപ അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് മുൻ MLA കൊടുത്ത കഥകളൊക്കെ സുരേന്ദ്രൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് കേരളത്തിലെ ജനങ്ങൾ മുഖം തിരിച്ചു. അപ്പൊ പാലക്കാട് ജയത്തിന്റെ ഗ്ലാമർ എന്താണ്? ഇനി വിജയരാഘവൻ ഒരു കാര്യം പറഞ്ഞതിനെ കുറിച്ചാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത്. എന്താ അദ്ദേഹം ഞങ്ങളുടെ വയനാട് ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞ എന്താ, രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ നല്ലൊരു പങ്കും ഈ മതതീവ്രവാദികളുടെ പേരെടുത്ത് പറഞ്ഞു, വോട്ടാന്ന് പറഞ്ഞു. അന്ന് മുതൽ എത്രയോ മാധ്യമങ്ങളാണ് അതുപോലെ ഈ ലീഗിന്റെ പ്രതിനിധികളൊക്കെ വിജയരാഘവനെ ശ്രീ റെജിലൂക്കോ സർ, ഇതിന് വളരെ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ P. മുജീബ് റഹ്മാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രിയങ്കയ്ക്ക് മാത്രമല്ല CPM-നും അത്തരത്തിൽ പിന്തുണ കൊടുത്തിട്ടുണ്ട്. CPM-ന്റെ 4 ലോക്സഭാ മെമ്പർമാരാണ് ഉള്ളത്. അതിൽ 3 പേരും ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ്, SDPI-യുടെ പിന്തുണയോടെയാണ് എന്ന് P. മുജീബ് റഹ്മാൻ വളരെ കൃത്യമായി അടിവരയിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ജമാഅത്തെ ഇസ്ലാമി ഈ MP-മാർക്കൊപ്പം നിൽക്കുന്ന, അവരുടെ നേതാക്കൾ നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇവിടെ കോൺഗ്രസിന് UDF-ന് മാത്രമല്ല പിന്തുണ, നിങ്ങൾക്ക് വളരെ കൃത്യമായി പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമി അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അല്ല, 91-ൽ നിന്ന് 99-ലേക്ക് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വിജയിപ്പിച്ചിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വോട്ടുകൊണ്ടാണ്. എന്തൊക്കെയാ നീലിമയെ പറയുന്നത്? ഇതൊക്കെ പറഞ്ഞാൽ വാസ്തവമാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങള് പൊട്ടിച്ചിരിക്കും നാണക്കേട് കൊണ്ട്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ, ഇവര് തന്നെ പറഞ്ഞല്ലോ ജമാഅത്തെ ഇസ്ലാമിക്ക് കാര്യമായ വോട്ടിന്റെ അടിത്തറ കേരളത്തിൽ ഇല്ലെന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഞങ്ങൾക്ക് ജയിച്ച് ഞങ്ങളെ ഭരണത്തിൽ പറയും. അപ്പൊ നാളെ അവര് പിണറായി വിജയൻ 2ാമത് സത്യപ്രതിജ്ഞ ചെയ്താണെന്ന് പറയും. നിങ്ങൾക്കോട് ഞാൻ വേറൊരു സംഭവം പറയും. കഴിഞ്ഞ രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ പരസ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഈ പറഞ്ഞ വെൽഫെയർ പാർട്ടി PDP-യോടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പരസ്യമായിട്ട് അവർ ഒന്നിച്ച് കൈകോർത്ത പ്രചരണം നടത്തി രാജസ്ഥാനിൽ. ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു, ഇവിടെ മതതീവ്രവാദികളുടെ ഒറ്റ വോട്ട് കൊണ്ട് ഞാൻ CPM പ്രതിനിധിയായിട്ട് നിയമസഭയിലേക്ക് എത്തിയാലെന്ന് പറഞ്ഞു. പരസ്യമായിട്ട് പറഞ്ഞു, പരസ്യമായിട്ട്. അതിന്റെ ഓഡിയോ, അതിന്റെ വീഡിയോ ഇപ്പോഴും. പക്ഷേ അമ്രാറ അങ്ങനെ പറയുന്നുണ്ട്, രാജസ്ഥാനിലെ അമ്രാറ, സിക്കർ മണ്ഡലത്തിലെ അമ്രാറാം അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ വളരെ കൃത്യമായി അമ്രാറാമിനെ വിജയിപ്പിച്ചെടുത്തവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങളുടെ പിന്തുണ കൊണ്ടാണ് രാജസ്ഥാനിൽ ജയിച്ചു കയറിയതെന്ന്. അല്ല, അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു. തരിഗാമി കാശ്മീരിൽ എങ്ങനെ ജയിച്ചത്? തരിഗാമി എന്ന് പറയുന്ന ആളാരെന്നറിയാമല്ലോ. ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഈ പറയുന്ന BJP വേട്ടയാടി അവിടെ കാശ്മീർ വിഭജിച്ചപ്പോൾ 2 വർഷക്കാലത്ത് അറിവ് കിടന്ന മനുഷ്യരാ. എന്നിട്ട് പോലും അദ്ദേഹം ചങ്കുറ്റത്തോടെ പറഞ്ഞെന്നറിയോ, PDP പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള വിഘടനവാദികളുടെ വോട്ട് കൊണ്ട് എനിക്ക് ജയിക്കണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറി അവിടുത്തെ MLA ആയിരിക്കുന്നത് തരിഗാമി എന്ന് പറയുന്നത്, യൂസഫ് തരിഗാമി. നിങ്ങൾ ഇങ്ങനെ എന്തെല്ലാം കഥകളാണ് ചവച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് CPM പോലൊരു മതേതര കക്ഷി ചങ്കൂറ്റത്തോടെ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് ഇത്രയ്ക്ക് വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മൗനമായിട്ട് ഇരുത്താൻ പറ്റുന്നോ? ഇനി വട്ടിയൂർക്കാവിലേക്ക് വരാം. വട്ടിയൂർക്കാവിൽ KM മുരളീധരൻ നിയമസഭയിലെത്തത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോലുള്ള വിഘടനവാദികളുടെയും മതതീവ്രവാദികളുടെയും വോട്ട് കൊണ്ടാണെന്ന് അദ്ദേഹം തന്നെ സംഭവിച്ചു. എത്ര ലജ്ജാകരമാണ്, എത്ര നാണക്കേടാ. ഒരു കാര്യം മനസ്സിലായില്ലേ, കോൺഗ്രസ്സുകാരൊക്കെ നിയമസഭയിലെത്തുന്നത് എങ്ങനെയാണെന്നുള്ളവരും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു, അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വായിൽ വന്നത് 2019 അവർ പരസ്യമായിട്ട് ദേശീയ തലത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടി എന്ന് പറഞ്ഞു. അവർ ധാരണ ഉണ്ടാക്കിയ ദേശീയ തലത്തിൽ. ആലോചിക്ക്, കേരളത്തിലെ മുൻനിര നേതാക്കന്മാരെ VD സതീശനെ പോലുള്ളവരെ മുഖത്തേറ്റ അടിയല്ലേ. ഇനി VD സതീശനെ കൂട്ടും കേരളത്തിൽ മതേതര പാർട്ടി എന്ന് പറയാൻ പറ്റുമോ? ഈ ലീഗിന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ചർച്ച പങ്കെടുക്കുന്നത്? എന്റെ പ്രിയ സുഹൃത്ത് ഷാക്കിർ BJP-യെ കുറിച്ച് അക്ഷരം പോലും ഇത്രയും സമയമായിട്ട് മിണ്ടാത്തതുകൊണ്ടാ ഈ ചർച്ച ജനം മുഴുവൻ കാണുന്നില്ല, ഇവരുടെ ആൾക്കാരും കാണുന്നില്ല. ഇവരെന്തുകൊണ്ട് മിണ്ടിയില്ല? അപ്പൊ തന്നെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അടുത്ത 2026-ലും മതേതര കേരളത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ 100-ലപ്പുറം സെന്റിൽ അടിച്ചുകൊണ്ട് ഞങ്ങളെ ജയിപ്പിക്കുന്നുള്ളവരും സ്പഷ്ടമായി ഈ വർഗീയവാദികൾക്കെതിരെ വോട്ട് ചെയ്യാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ കരുതിയിരിക്കുകയാണ്. അതിന് തെളിവല്ലേ ഞങ്ങൾ കേരളത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു. ഇവരെന്തെല്ലാം പറഞ്ഞു? അദ്ദേഹം പറഞ്ഞൊരു വാദമുണ്ട്, നീലിമ ഓർക്കുന്നുണ്ടല്ലോ, മുസ്ലിം ലീഗിനും അതുപോലെ സാദിഖലി ശിഹാബ് തങ്ങൾക്കും ഇനി മതേതര പാർട്ടിയാണെന്ന് പറയാൻ യാതൊരു യോഗ്യതയില്ലെന്ന് പറഞ്ഞു. അന്ന് എന്തെല്ലാം രീതിയിലാണ് ഇവിടെ പറഞ്ഞത്. ഹാഗിയ സോഫിയ പള്ളി പിടിച്ചെടുത്തത്, തുർക്കി പിടിച്ചെടുത്തത് മുസ്ലിം പള്ളി ആക്കിയത് ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതിയ സാദിഖലി ശിഹാബ് തങ്ങളെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യുവരാജ് ഗോകുൽ അംഗീകരിക്കുന്നുണ്ടോ? പക്ഷെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല. കാരണം അറിയോ, അന്ന് ഞങ്ങളൊക്കെ സോഫ്റ്റ് ആയിട്ട് ഈ പാർട്ടിയിൽ ഒരു മതേതര ഭാവം ഉണ്ടെന്ന് വിചാരിച്ചു. ഇന്നും മതേതരപരമായ രീതിയിൽ ഞങ്ങൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു നേതാവ് ആ പാർട്ടിയിലുണ്ട്. 1-2 കൂടുതലുണ്ട് മുസ്ലിം ലീഗ്.
പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പോലെയുള്ളവര്. ഞങ്ങള് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള വ്യക്തികളിൽ നിന്നും മതവാദികളിൽ നിന്നും ഞങ്ങൾ പറയത്തില്ല. പക്ഷെ അതിനകത്ത് ബഹുഭൂരിപക്ഷം അതാണെന്നുള്ളതും സാദിഖലി ശിഹാബിത്തങ്ങളുടെ വാക്കിലൂടെ വന്നു. അന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ ആരോപണം എന്താ? ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്യാൻ ആണെന്ന് അല്ലെ? ഇപ്പൊ അതെല്ലാം പൊളിഞ്ഞു തകർന്നില്ലേ? ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ നേതാക്കന്മാര്, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വന്നില്ലേ? ഇനി എന്തിനാദ്യം നമ്മൾ ഇതിനെക്കുറിച്ച് ഗീർവാണങ്ങൾ മുഴക്കി ചർച്ച? അല്ല, വളരെ കൃത്യമായി CPM 2009 മുതൽ വളരെ കൃത്യമായി 2016 വരെ വളരെ കൃത്യമായിട്ടുള്ള പിന്തുണ ജമാഅത്തെ ഇസ്ലാമി കൊടുത്തിട്ടുണ്ട് എന്ന് അവരുടെ അമീറാണ് പറയുന്നത്. അതിനെതിരെ ഒരു പ്രതികരണവും CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇന്നതാ കെ മുരളീധരൻ പറയുന്നു അതിലൊരു പ്രതികരണവുമില്ല. ഒരു പ്രതികരണം ഇല്ലെന്നോ? അപ്പൊ നിങ്ങളാരും ഇതൊന്നും അറിയുന്നില്ലേ? കേരളത്തിൽ ഈ രണ്ട് വർഗീയ പ്രസ്ഥാനങ്ങളുടെയും, ഹിന്ദു വർഗീയവാദികളുടെയും മുസ്ലിം വർഗീയവാദികളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട, മതേതര കേരളത്തിൽ വിശ്വസിക്കുന്ന വോട്ട് ഞങ്ങൾക്ക് മതി എന്ന് പരസ്യ പ്രസ്താവന പറഞ്ഞൊരു പാർട്ടിയെ നിങ്ങളിങ്ങനെ വേട്ടയാടുക, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ വിചാരണ ചെയ്യുകയും നിങ്ങൾക്ക് ഈ പാർട്ടികളുടെ വോട്ട് വേണം. ശ്രീ റെജി ലൂക്കോസ്, അന്ന് ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് PDP വളരെ കൃത്യമായി പിന്തുണയും കൊണ്ട് വന്നല്ലോ, അത് വേണ്ട എന്ന് പറഞ്ഞില്ല. അപ്പുറത്തെ SDPI വളരെ കൃത്യമായി UDF-നെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ വേണമെങ്കിൽ അത് തള്ളി പറയാം. പക്ഷേ PDP പിന്തുണച്ചപ്പോൾ PDP-യുടെ പിന്തുണ വേണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. അതായത് ചരിത്രത്തിന്റെ ഭാഗമല്ല, സമീപകാലത്ത് ഉണ്ടായ സംഭവം. PDP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PDP-യുടെ സംസ്ഥാന സെക്രട്ടറി മൂവാറ്റുപുഴ എന്നൊരു പത്രസമ്മേളനം നടത്തി പരസ്യമായിട്ട് ഞങ്ങൾ UDF-ന് പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. ആ പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ തള്ളിക്കളയാൻ ഒറ്റ കോൺഗ്രസ്സുകാരുണ്ടായില്ല. ആക്ഷേപങ്ങൾ, നിങ്ങളുടെ ചാനലിൽ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത ആക്ഷേപങ്ങളും കേരളത്തിലെ മതേതര മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ മുഴുവനും മാധ്യമങ്ങളും പ്രതികരിച്ചപ്പോൾ സുധാകരൻ KPCC പ്രസിഡന്റിന്റെ മറുപടി. ശ്രീ റെജി ലൂക്കോസ്, ഈ കഴിഞ്ഞുപോയ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ, അവിടെ കൃത്യമായി PDP പിന്തുണച്ചു. നിങ്ങൾ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. SDPയുടെ കാര്യം പറയുമ്പോൾ എന്തിനാ നീലിമ ഇടപെടുന്നത്? എന്താ പ്രശ്നം? എനിക്കത് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. സുധാകരൻ പറഞ്ഞ വാക്കെന്താ അറിയോ? ഞങ്ങൾ ആരുടെ വോട്ടും മേടിക്കും. മിനിറ്റുകൾക്കുള്ളിൽ MM ഹസൻ തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടല്ല, SDPയുടെ വോട്ട് ഞങ്ങൾ വാങ്ങിക്കും എന്ന് പറഞ്ഞു. ഈ VD സതീശനെ പോലുള്ളവർ ഗീർവാണം മുഴക്കുന്നില്ല, അത് തടഞ്ഞോ? തിരുത്തിയോ? ഇന്നിപ്പോ VD സതീശനെ ഡൽഹി വെച്ച് തിരുത്താനുള്ള കാരണം എന്താ? നീ അതുകൂടെ അങ്ങ് പറയാം. ഡൽഹി വെച്ച് അദ്ദേഹം തിരുത്താനുള്ള കാരണം വെച്ചാല് അദ്ദേഹത്തിന്റെ മുമ്പിൽ പലതവണ മാധ്യമങ്ങൾ ചോദിച്ചിട്ടും ഒരക്ഷരം മറുപടി പോയ സതീശന് കെ മുരളീധരനെ തള്ളിക്കളഞ്ഞേ പറ്റുള്ളൂ. അല്ല, കെ മുരളീധരനെ തള്ളിക്കളയുന്ന ഒരു സമീപനം അവിടെ ഉണ്ടായില്ല VD സതീശന്റെ ഭാഗത്ത് നിന്നും. എല്ലാ ദിവസവും രാവിലെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയാൻ കഴിയില്ല. ഇങ്ങനെയാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറഞ്ഞില്ല. പകരം ജമാഅത്തെ ഇസ്ലാമി CPM-നെ പിന്തുണയ്ക്കുന്നതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു സതീശന്റെ പ്രസ്താവന മുഴുവൻ ഉണ്ടായത്. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി പിന്തള്ളാൻ, അത്തരത്തിൽ വേണ്ട എന്ന് പറയാൻ ജമാഅത്തെ ഇസ്ലാമിയെ നിരാകരിക്കുന്ന ഒരു സമീപനം VD സതീശനിൽ നിന്നും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.